ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഇപ്പോൾ 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സാം 2025 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഉടനെ തന്നെ നടക്കും. ദെൻ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 2 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ്, കഴിഞ്ഞ വർഷത്തത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നത്, ഏത് കട്ട് ഓഫിന് മേലിലുള്ളവരായിരിക്കും ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പിന്നെ പോയിട്ട് ഈ വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് പോസ്റ്റ് പ്രിഫറൻസ് വെക്കണം, ഏതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നെല്ലാം ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരുമ്പോൾ ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുന്നു, ദെൻ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നു, ലാസ്റ്റ് ആയിട്ട് DV ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ 2024 നോട്ടിഫിക്കേഷൻ വന്നത് 2025 എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു, ഇത് റെയിൽവേയുടെ ഈ ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 101 ഷിഫ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് ഒരിക്കലും ഈ 101 ഷിഫ്റ്റിനെ വെച്ചിട്ട് ഒരാൾക്കും എക്സൈറ്റ് ആയിട്ട് അതിൻ്റെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ജസ്റ്റ് ഒരു നമുക്ക് ഊഹിച്ചിട്ട് ഇത്ര വരുമായിരിക്കും എന്ന് മാത്രം പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ നമ്മൾ കുറച്ച് ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇതിന് താഴോട്ടുള്ളവർ നോക്കരുതെന്നോ ഇതിന് മേളിലുള്ളവർ ഷുവർ ആണെന്നോ അല്ല പറയുന്നത്. നിങ്ങളിപ്പം 101 ഷിഫ്റ്റ് വരുന്ന സമയത്ത് 101 ഷിഫ്റ്റിലും പാടായിട്ടുള്ള ഷിഫ്റ്റ് വരാം, എളുപ്പമായിട്ടുള്ള ഷിഫ്റ്റ് വരാം. സോ പാടായിട്ടുള്ള ഷിഫ്റ്റ് വരുമ്പോൾ 5 തൊട്ട് 10 മാർക്ക് വരെ നോർമലൈസേഷനിൽ കിട്ടാനും എളുപ്പമായിട്ടുള്ള ഷിഫ്റ്റിൽ നോർമലൈസേഷനിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 101 ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. നമുക്ക് ഒരിക്കലും എക്സൈറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതൊരു റോ ഡേറ്റയാണ്. അപ്പോൾ അതിൽ ആ ഡേറ്റ അനുസരിച്ച് 85 സ്കോർ വരുന്നത് 37 ആണ്. ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 65 സ്കോർ വരുന്നത് 6828 പേരാണ്. ഇത് ചെന്നൈ സോണിൻ്റെ ആണ് പറയുന്നത്, റോ ഡേറ്റ പറയുന്നത്. അപ്പോൾ 65 മാർക്ക് വരെ പറഞ്ഞിട്ടുള്ളത് 6828 പേരെയാണ്. ഇതൊരു 33,000 സംതിങ് ഒരാൾക്കാരുടെ ഡേറ്റ വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് വെച്ചിട്ടുള്ള ഒരു റോ ഡേറ്റയാണ് നമ്മൾ ഈ പറയുന്നത്. സോ നമ്മളെ വേക്കൻസി എന്ന് പറയുന്നത് 2024 വന്ന നോട്ടിഫിക്കേഷനിലെ വേക്കൻസി എന്ന് പറയുന്നത് 2694 ആണ്. അപ്പോൾ എപ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1:3 റേഷ്യോ, അതായത് *3 ആയിട്ടാണ് ഫിസിക്കലിന് വേണ്ടിയിട്ട് ആളിനെ എടുക്കുന്നത്. സോ 2694 വേക്കൻസി വരുമ്പോൾ *3 ടൈംസ്, അതായത് 8082 പേരെ എന്ത് ചെയ്യും, ഫിസിക്കലിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അറൗണ്ട് 8100 വരുമായിരിക്കാം. ഇതിൽ നിന്നാണ് ഇനി എക്സാക്ട് വേക്കൻസിയിലോട്ട് പോസ്റ്റിംഗ് വരുന്ന സമയത്ത് എക്സാക്റ്റ് ആയിട്ട് ഈ 2694 പേരെ തന്നെ എന്ത് ചെയ്യും, അവർ റിക്രൂട്ട് ചെയ്യും. ഈ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇത്ര പേരെ തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ നമ്പർ ഓഫ് പീപ്പിൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കണക്കനുസരിച്ച് 8082 പേരാണ്. സോ നമ്മൾ ഈ റോ ഡേറ്റ വെച്ച് നോക്കുന്ന സമയത്ത് UR കാറ്റഗറിയിലെ 70+ അവരിപ്പോൾ നമ്മളിപ്പോൾ 70+ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു പാടായിട്ടുള്ള ഷിഫ്റ്റ് എടുക്കുന്ന ഒരാൾ 60 അവരുടെ അറ്റംപ്റ്റ് എങ്കിൽ അതിൽ 10 പേരെ നോർമലൈസേഷനിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ ഷിഫ്റ്റ് പാടാ, സോ ഞാൻ 60-70 ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം 60 ചെയ്തിട്ടുള്ള ഒരാൾക്കും 60 എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കും സോ അത് പാടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ 10 മാർക്ക് വരെ നോർമലൈസേഷനിൽ കിട്ടാം. ഓക്കെ, സോ UR കാറ്റഗറി 70+ വരുന്നവർക്ക് OBC 65-70 ആണ് പ്രഡിക്ഷൻ. EWS കാറ്റഗറി 60-65, SC 60-65, ST 55-60 ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഒരിക്കലും ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ല, ഇത് നമ്മൾ ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ് പറയുന്നത്. സോ നമ്മൾ ഈ വേക്കൻസിയുടെ നമ്പർ അനുസരിച്ചും ഈ റോ ഡേറ്റ ഇത്രയും ചെന്നൈ സോണിലുള്ള കുറച്ച് കുട്ടികളുടെ ഡേറ്റാസ് ആണ്, ഇതനുസരിച്ചുമാണ് നമ്മൾ ഈ പ്രഡിക്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഫിസിക്കലിന് നിങ്ങൾ ആ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഒരു ജോലിയാണ് കിട്ടുന്നത്, നിങ്ങൾ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് നടക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഈ ഒരു റിട്ടേൺ ടെസ്റ്റ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുക. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ലൈവായിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞു കാണും. നമുക്ക് ജസ്റ്റ് ഒന്ന്
വേക്കൻസീസും അതുപോലെ വേക്കൻസീസ് മാത്രമല്ല, അപ്പോൾ ഇതിലെ ക്രൈറ്റീരിയ എന്താണ്? ഇപ്പോൾ കുറേ പേരെങ്കിലും ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടിട്ട് പേയ്മെന്റ് ചെയ്യാതിരിക്കുമായിരിക്കും. മാർച്ച് 2-ാം തീയതി ആണല്ലോ ലാസ്റ്റ് ഡേറ്റ്, അന്ന് ചെയ്യാന്നുള്ള രീതിക്ക് ഇരിക്കുമായിരിക്കും. ഏത് പോസ്റ്റ് അപ്ലൈ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഡൗട്ട് കാണും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേക്കൻസീസും പിന്നെ നമുക്ക് എന്താണ് ക്രൈറ്റീരിയസ്, നമ്മൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ വർഷത്തെ വേക്കൻസി അനുസരിച്ച്, റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസി അനുസരിച്ച് ടോട്ടലായിട്ട് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 22,195 ആണ്. ഓക്കെ, ടോട്ടൽ വേക്കൻസി 22,195 ആണ്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്നല്ല, കൂടുതലും സൗത്തിലേക്കുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യുന്നത് ചെന്നൈ സോൺ ആണ്. സദേൺ റെയിൽവേ ചെന്നൈ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസി 1036 ആണ്. അതിൽ യുവർ കാറ്റഗറി 430, SC 155, ST വരുന്ന 96, OBC 247, EWS 108 ആണ് വേക്കൻസീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സോൺ വെക്കണം എന്നുള്ളവർക്ക് വെക്കാം. ഇപ്പോൾ ചെന്നൈ സോൺ ആണ് സൗത്തിലുള്ളവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വേക്കൻസീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ 22,195 വേക്കൻസീസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പോസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് സോൺ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ സൗത്ത് സോൺ, ഞാൻ സൗത്തിലാണ് താമസിക്കുന്നത്, എനിക്ക് എൻ്റെ വീടുമായിട്ട് കൂടുതലായിട്ട് നിൽക്കാൻ ആഗ്രഹം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ സൗത്ത് സോൺ നോക്കി തന്നെ കൊടുക്കുക. പക്ഷേ എനിക്ക് കൂടുതൽ വേക്കൻസി, എനിക്ക് ട്രാവൽ ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് കൂടുതൽ വേക്കൻസി ഉള്ളിടത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, വേക്കൻസി കൂടുതലുള്ള സോണിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സോണ് നോക്കുക, അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കുക. നമുക്ക് പോയി വരാനുള്ള സൗകര്യം, അങ്ങനെ പോയി വരാൻ ബുദ്ധിമുട്ടില്ല, വല്ലപ്പോഴും വീട്ടിൽ വന്നാൽ മതി, പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദൂരേക്ക് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അപ്പോൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ പോസ്റ്റിലേക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കുക. അപ്പോൾ ഈ റെയിൽവേയിലെ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസിന് വയ്ക്കുന്ന പോസ്റ്റിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി അവിടെ കട്ടാവുകയാണ്. നമുക്ക് താഴേക്കുള്ള പോസ്റ്റിലേക്ക് അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് മൈൻഡിൽ വെക്കുക. നമ്മൾ കൊടുക്കുന്ന പോസ്റ്റിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, എന്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ആവശ്യം, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ സാലറി ആൻഡ് പ്രൊമോഷൻ, അപ്പോൾ ഏതൊക്കെ പോസ്റ്റിന് എത്രയാ സാലറി, നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടോ, പ്രൊമോഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ സ്റ്റഡി വർക്ക് ലോഡ്, അപ്പോൾ നമുക്ക് ഇനിയും തുടർന്ന് പഠിക്കണം, വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുള്ള ജോലി നോക്കി എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക ആദ്യം തന്നെ. ദെൻ ജോബ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ട്രാവലിംഗ് ഉണ്ടോ അതോ ഓഫീസ് വർക്കാണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആ പോസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിൽ വെക്കേണ്ടത്. സോണ് നോക്കുക, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, സാലറി ആൻഡ് പ്രൊമോഷൻ, സ്റ്റഡി വർക്ക് ലോഡ്, ജോബ് ടൈപ്പ്. ഇപ്പോൾ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ആദ്യം ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യണമെന്ന്, കാരണം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം സാലറി കൂടുതലുള്ളതായിരിക്കും ആവശ്യം, അപ്പോൾ അവരെന്ത് ചെയ്യുക, സാലറി കൂടുതലുള്ള നോക്കി വെക്കുക. ചിലർക്ക് സാലറി കുറഞ്ഞാലും സാരമില്ല, എനിക്ക് വേറൊരു എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് വെക്കുക. അപ്പോൾ എനിക്ക് ഒരിക്കലും നിങ്ങൾ ഈ പോസ്റ്റ് ആദ്യം വെക്കാമെന്ന് എനിക്കൊരിക്കലും നിങ്ങളുടെ അടുത്ത് പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ഫസ്റ്റ് ഇപ്പോൾ സാലറി ആണ് നിങ്ങൾ നോക്കുന്നത്, സാലറി പോസ്റ്റ് ആണ് നോക്കുന്നത്, ഹയസ്റ്റ് പേയിങ് പോസ്റ്റുകളാണ് നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ നോക്കുക. ദെൻ അസിസ്റ്റന്റ് TRD നോക്കുക, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് TL ആൻഡ് AC എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. സാലറി നോക്കുന്നവർ ഇത്രയും പോസ്റ്റ് ആദ്യം പ്രിഫർ ചെയ്യുക. ദെൻ സ്റ്റഡി പ്രിപ്പറേഷൻ ഫ്രണ്ട്ലി പോസ്റ്റ്, അതായത് നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യണം, എനിക്ക് കുറച്ചുകൂടെ വർക്ക് ലോഡ് കുറവാണ് ആവശ്യം എന്നുള്ളവരെന്ത് ചെയ്യുക, ഈ പോസ്റ്റുകൾ നോക്കുക. വർക്ക്ഷോപ്പ് പോസ്റ്റ്, അതായത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റന്റ് TL ആൻഡ് AC, വർക്ക്ഷോപ്പ്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, ഇത്രയും പോസ്റ്റുകൾ എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് എന്ത് ചെയ്യുക, വർക്ക് ലോഡ് കുറവും നമുക്ക് കൂടുതൽ വേറെ എന്തെങ്കിലും പഠിക്കണമെന്നുള്ളവർക്കും ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 എന്താണ്, റിക്വയർഡ് ആണ്. അത് ഹൈ സ്റ്റാൻഡേർഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രം എന്ത് ചെയ്യുക, പോസ്റ്റ്മാൻ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സപ്പോസ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഹയർ ഓപ്ഷൻ കൊടുത്തതിന് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ താഴേക്കുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. നിങ്ങളുടെ എലിജിബിലിറ്റി അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്
ഇതിൽ പറയുന്നത് ഓരോ ചെന്നൈ സോണിൻ്റെതാണ് പറയുന്നത്. ചെന്നൈ സോണിലെ ഓരോ പോസ്റ്റിലും എത്ര വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് 10 പോസ്റ്റുകളാണ് ചെന്നൈ സോണിൽ വരുന്നത്. അസിസ്റ്റന്റ് ബ്രിഡ്ജ് വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അതിന്റെ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 19 ആണ്. ദെൻ അസിസ്റ്റന്റ് ഗാരേജ് ആൻഡ് വേഗൺ വരുന്നത് മെക്കാനിക്കൽ ആണ്, ടോട്ടൽ വേക്കൻസി 65. അസിസ്റ്റന്റ് റോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ വരുന്നത് 13 വേക്കൻസീസും. അസിസ്റ്റന്റ് TL ആൻഡ് AC വരുന്നത് 37. ദെൻ അസിസ്റ്റന്റ് P വേ വരുന്നത് 8. ദെൻ ട്രാക്ക് മെയിൻ്റനൻസ് വരുന്നത് 556. അസിസ്റ്റന്റ് വരുന്നത് 30 വേക്കൻസീസ് ആണ്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ വരുന്നത് 24 വേക്കൻസീസ് ആണ്. ദെൻ പോയിന്റ് സ്പാൻ B വരുന്നത് 241 വേക്കൻസീസും. അസിസ്റ്റന്റ് TRD വരുന്നത് 43 വേക്കൻസീസ് ആണ്. സോ നമ്മൾ ഓരോ ചെന്നൈ സോൺ മെയിൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൗത്തിലേക്കുള്ളവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അതിൽ നമ്മൾ പോസ്റ്റ് വൈസ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്സാം 2024 വന്ന നോട്ടിഫിക്കേഷനിൽ 25 ഇപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെ നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അപ്പോൾ വീണ്ടും ഞാൻ പറയാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, കട്ട് ഓഫ് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മൾ 2026 ഇപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ വേക്കൻസീസിനെ പറ്റിയും ഏതൊക്കെ ക്രൈറ്റീരിയ മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓരോ പോസ്റ്റിൽ എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മുടെ HUBയിൽ തന്നെ മാർച്ച് 5-ന് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഹാർഡ് വർക്കിനുള്ളിൽ നമുക്കത് നേടാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും ഒരുപാട് അച്ചീവ്മെൻ്റ് ആയിരിക്കും. നമ്മുടെ ലൈഫിലുള്ള ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇതുകൊണ്ട് തന്നെ തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.